السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളെ, പരിശുദ്ധ ശഅബാനിലെ 6-ാമത്തെ രാവാണ്, ശനിയാഴ്ച രാവാണ്. ഇന്ന് നമുക്ക് ചൊല്ലാനുള്ള അള്ളാഹുവിന്റെ മഹത്വമേറിയ ഫത്താഹി എന്ന ഇസ്മി. ആ ഇസ്മി ചൊല്ലുന്നതിന് മുമ്പായി നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം. ശഅബാനിലെ ഓരോ ദിനങ്ങളിൽ 7 തവണ വീതം മഹാന്മാർ ചൊല്ലാൻ നിർദ്ദേശിച്ച അതിമഹത്തായ ആ ഒരു ഇസ്തിഗ്ഫാർ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഈ ഒരു ഇസ്തിഗ്ഫാർ ശഅബാനിലെ ഓരോ ദിനങ്ങളിൽ 7 തവണ വീതം ഒരാൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തെറ്റുകൾ രേഖപ്പെടുത്തിയ കിതാബിനെ തന്നെ കരിച്ചുകളയാൻ വേണ്ടി, കീറിക്കളയാൻ വേണ്ടി അല്ലാഹു മലക്കിനോട് പറയുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം. അത്രയും മഹത്വമുള്ള ഒരു ഇസ്തിഗ്ഫാറാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ 7 തവണ വീതം ഏറ്റു ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. അല്ലാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്. ഇനി നമുക്ക് പരിശുദ്ധ ശഅബാനിലെ ഓരോ ദിനങ്ങളിൽ ചൊല്ലാറുള്ള, അതേപോലെ തന്നെ എല്ലാ ആഴ്ചകളിൽ ഓരോ ദിനങ്ങളിൽ വ്യത്യസ്തമായ ഇസ്മുകളാണ് ചൊല്ലിവരുന്നത്, വ്യത്യസ്തങ്ങളായ ദിക്റുകളാണ് ചൊല്ലിവരുന്നത്. അതും ഏറെ പ്രതിഫലമുള്ള ദിക്റുകൾ സെലക്ട് ചെയ്ത് ചൊല്ലുകയാണ്. അല്ലാഹു തആല നമുക്ക് ഇനിയുള്ള ജീവിതത്തിൽ പതിവാക്കാനുള്ള മഹാഭാഗ്യം തരട്ടെ. ഇതുവരെയും ചൊല്ലിയ ദിക്റുകൾ അല്ലാഹു തആല സ്വീകരിക്കുമാരാകട്ടെ. ഇന്ന് ചൊല്ലാനുള്ള ഫത്താഹി എന്ന ഇസ്മിന്റെ മഹത്വം അത്ഭുതമാണ്. ഈ ഒരു ഇസ്മു ചൊല്ലി വന്നാൽ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. സാമ്പത്തികമായ അഭിവൃദ്ധി നാൾക്ക് നാൾ വർദ്ധിച്ചു വരും. അദ്ദേഹത്തിന്റെ ഹൃദയം അല്ലാഹു തആല പ്രകാശിപ്പിക്കും. അവനിക്ക് അല്ലാഹു തആല എല്ലാ വിജയങ്ങളുടെ നൽകവാടം തുറന്നു കൊടുക്കുമെന്ന് അതിന്റെ വ്യാഖ്യാതാക്കൾ നമുക്ക് പഠിപ്പിച്ചതാണ് ഈ ദിക്റിന്റെ മഹത്വമായ. അത്രയും അത്ഭുതമാണ് ഈ ദിക്ർ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികൾ നീങ്ങിക്കിട്ടാനും
ജീവിതത്തിൽ വിജയങ്ങളുടെ വാതിലുകൾ നമുക്ക് അല്ലാഹു തആല തുറന്നു തരാൻ ഈ ഒരു ദിക്ർ കാരണമാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ 71 തവണ വീതം ഏറ്റു ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ ഫത്താഹു യാ അല്ലാഹ്, 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 യാ ഫത്താഹു യാ അല്ലാഹ്. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. എല്ലാവരും സ്വലാത്തു സഅദ എന്റെ കൂടെ ഏറ്റുചൊല്ലണം 11 തവണ. നമുക്കതിന്റെ ഈ സ്വലാത്ത് ചൊല്ലണം 11 തവണ വീതം. ഈ സ്വലാത്തിന്റെ മഹത്വം അത്ഭുതമാണ്, സൂചിപ്പിച്ചതാണ്. 6 ലക്ഷം സ്വലാത്തിനോട് തുല്യമാകുന്ന ഒറ്റ സ്വലാത്താണ് ഈ സ്വലാത്ത് എന്നുള്ളത്. ഇത് മാത്രമല്ല, വിജയത്തിന്റെ സ്വലാത്ത് എന്ന് മഹാന്മാർ ഈ ഒരു സ്വലാത്തിന് ഹെഡിങ് തന്നെ കൊടുക്കുക. അതായത് സ്വലാത്ത് വിജയിക്കാനുള്ള സ്വലാത്ത്. ഒരാൾക്ക് വിജയിക്കണം ദുനിയാവിലും ആഖിറത്തിലും. സ്വലാത്തു സഅദ, സഅദത്തുദ്ദാറീൻ, ഇരുലോകത്തുമുള്ള വിജയം
ഒരാൾക്ക് ലഭ്യമാകണമെങ്കിൽ സ്വലാത്ത് പതിവാക്കിയാൽ മതിയെന്ന് മഹാന്മാർ നമുക്ക് സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ 11 തവണ വീതം ഏറ്റുചൊല്ലുക. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ഇനി നമുക്ക് ചൊല്ലാം സ്വലാത്തുൽ കമാലിയ. സ്വലാത്തുൽ കമാലിയന്റെ മഹത്വം അത്ഭുതമാണ്. മഹാന്മാർ അവരുടെ ജീവിതത്തിൽ മുഹിമ്മായ അവരുടെ ഒരു സ്വലാത്തായിരുന്നു ഈ സ്വലാത്ത് എന്നുള്ളത്. ഓരോ ഫർദ് നിസ്കാരാനന്തരം 11 തവണ 10 തവണ വീതവും, അതേപോലെ തന്നെ മറ്റു സമയങ്ങളിൽ 100 അതിനേക്കാളേറെ അവർ പതിവാക്കിയ അതിമഹത്തായ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ കമാലിയ. ഒറ്റ സ്വലാത്തിന് തന്നെ അനേകായിരം മഹത്വമാണ്. ചില മഹാന്മാർ പറയുന്നു 14 കോടി സ്വലാത്തിനോട് തുല്യമാകുന്ന ഒറ്റ സ്വലാത്തായിരിക്കും ഈ സ്വലാത്ത് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ചില മഹാന്മാർ പറയുന്നത് ഇതിന്റെ കണക്ക് ഇത് ഇത്ര പ്രതിഫലമാണെന്ന് കൃത്യമായി പറയാൻ പറ്റുകയില്ല. അത്രയും മഹത്വമായിരിക്കും ഈ സ്വലാത്ത്. ഒരു തവണ ചൊല്ലിയാൽ അല്ലാഹു തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം തരട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ഇപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ 11 തവണ വീതം ഏറ്റുചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അദദ കമാലില്ലാഹി വകമാ യലീഖു ബികമാലിഹി. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله.
اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്. ഇതെല്ലാവരും കൂടെ നാരിയത്തു സ്വലാത്ത് ചൊല്ലുക. നാരിയത്തു സ്വലാത്തിന്റെ മഹത്വം അത്ഭുതമാണ്, പല തവണ സൂചിപ്പിച്ചതാണ്. ഒരാള് നാരിയത്തു സ്വലാത്ത് ദിവസേന 11 തവണ വീതം പതിവാക്കി വന്നാൽ അദ്ദേഹത്തിന്റെ സർവ്വ മുറാദും അല്ലാഹു തആല ഹസ്സലാക്കി കൊടുക്കും. ദുനിയാവും ആഖിറവും വിജയിക്കാൻ ഈ ഒരു സ്വലാത്ത് ദിവസേന 11 തവണ വീതം പതിവാക്കൽ കൊണ്ട് കാരണമായി തീരും. അത്രയും മഹത്വമുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തു നാരിയ. എല്ലാവരും എന്റെ കൂടെ ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില സല്ലിം സലാമൻ താമൻ على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما
على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം, അല്ലാഹ് നീ സ്വീകരിക്കണം റഹ്മാനെ. നമ്മുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ച് എല്ലാ കുറവുകൾ പരിഹരിച്ച് അതിന്റെ മിത്ല തവാബ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ മക്കൾ, അവിടുത്തെ പേരമക്കളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ജിദാദീങ്ങളുടെ, അവിടുത്തെ അസ്ഹാബുൽ കിറാമിന്റെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ അംബിയ മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ, ഉസ്താദന്മാർ, അല്ലാഹ് പ്രത്യേകിച്ച് മഹാനായ ശൈഖുനാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറഹു തങ്ങളുടെ ഹദറത്തിലേക്കും മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു തആല സിർറഹു തങ്ങളുടെ ഹദറത്തിലേക്കും മഹാനായ ഖാജ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറഹു തങ്ങളുടെ ഹദറത്തിലേക്കും അഹ്മദ് റളാ ഖാൻ ബരലി ഖദ്ദസല്ലാഹു തആല സിർറഹു തങ്ങളുടെ ഹദറത്തിലേക്കും മഹാനായ ശൈഖുനാ സിയ്യും വലിയുല്ലാഹിൽ മഡഹൂരി ഖദ്ദസല്ലാഹു തആല സിർറഹു തങ്ങളുടെ ഹദറത്തിലേക്കും സർവ്വ മശായിഖന്മാർ, ഉസ്താദന്മാർ, അസാതീദിങ്ങളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ഫലസ്തീനിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ.
അല്ലാഹുവേ ഇന്നത്തെ നാളാരെല്ലാം ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞുവോ അവരുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. അല്ലാഹുവേ അവർക്കുള്ള ദറജ നീ ഉയർത്തണം. ബർസഖിയായ ജീവിതം നീ വെളിച്ചമാക്കണം റഹ്മാനെ. നിന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണമല്ലോ. നമ്മുടെ ജീവിതം നീ സംശുദ്ധമാക്കണമല്ലോ. അല്ലാഹുവേ എല്ലാവിധ തെറ്റായ ചിന്തകളിൽ നിന്നും നേർവഴിയിലാക്കണമല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا راج سيدا يا الله. പടച്ച റബ്ബേ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ഭാര്യ മക്കൾ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാർ, സഹോദരന്മാർ, അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മുടെ മജ്ലിസിൽ നമ്മുടെ ക്ലാസ്സുകളിൽ നിരന്തരം കൂടുന്നവർ, കേൾക്കുന്നവർ, കൂടെ ചൊല്ലുന്നവർ, അവരുടെ പാവങ്ങളും അല്ലാഹ് എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ചെറുതും വലുതും രഹസ്യവും അറിയാതെയും ചെയ്തു കൂട്ടിയ സർവ്വ തിന്മകൾ നീ മാപ്പ് ചെയ്യണമല്ലോ, നീ അഫൂ ചെയ്യണമല്ലോ. അല്ലാഹുവേ തഖ്വയുള്ളവരാക്കണമല്ലോ, മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ചേർക്കണമല്ലോ. സലീമായ കൽബ് നൽകണമല്ലോ, വിജയിച്ച മനസ്സിന്റെ ഉടമകളാക്കണമല്ലോ. ആരോടും വെറുപ്പില്ലാതെ, ദേഷ്യമില്ലാതെ, ഹസദില്ലാതെ, കിബറില്ലാതെ, വഞ്ചിക്കാതെ, ഗൈബത്ത് നമീമത്ത് പറയാതെ, ആരെയും വേദനിപ്പിക്കാതെ, വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതെ, പ്രവർത്തിക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള സ്വഭാവം നൽകണമല്ലോ. നമ്മുടെ സ്വഭാവം നീ മെച്ചപ്പെടുത്തണമല്ലോ. ഹുസ്നുൽ ഖുൽഖ് നൽകണമല്ലോ. സുഹുൽ ഖുൽഖ് നൽകല്ലേ അല്ലാ. ഹുസ്നുൽ ഖാത്തിമ നൽകണമല്ലോ. അല്ലാഹുവേ നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാക്കണമല്ലോ. കുറ്റപ്പെടുമ്പോൾ ശൈത്വാന് മനുഷ്യനെ പലതരത്തിലും കുടുക്കാനും അവന്റെ വലയിൽ പെടുത്താനും ഒരുപാട് മുഖങ്ങളുമായി നമ്മുടെ മുമ്പിൽ അവൻ പ്രത്യക്ഷപ്പെടും റബ്ബേ. സമയങ്ങളിലെല്ലാം ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ലോ. നിന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മെ നീ രക്ഷപ്പെടുത്തണമല്ലോ. തഖ്വ നൽകണമല്ലോ, ഈമാൻ നൽകണമല്ലോ, നൽകണമല്ലോ. സാഹിരീങ്ങളെ സിഹിറിനെ തൊട്ട്, ആയിനീങ്ങളുടെ ഐനിനെ തൊട്ട്, ഹാസിദീങ്ങളുടെ ഹസദിനെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ലോ. നിസ്കാരങ്ങളിൽ ഇഖ്ലാസ് നൽകണമല്ലോ, തഖ്വ നൽകണമല്ലോ, ഏകാന്തത നൽകണമല്ലോ. അല്ലാഹുവേ ഞങ്ങളെ മനസ്സ് നീ ശുദ്ധമാക്കണമല്ലോ. മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ ദുഷിച്ച എല്ലാ ചിന്താഗതികളെ തൊട്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ലോ, രക്ഷപ്പെടുത്തണം റഹ്മാനേ. രോഗങ്ങളാണെന്ന് പറഞ്ഞു, പല രോഗങ്ങളാണ് പറഞ്ഞു, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. ക്യാൻസർ ആണെന്ന് പറഞ്ഞു, തലവേദനയാണെന്ന് പറഞ്ഞു, ഷുഗറും പ്രഷറാണെന്ന് പറഞ്ഞു, പല രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, തലച്ചോറ് സംബന്ധമായ, ശരീരത്തിൽ പല ഭാഗങ്ങളിൽ നോവാണെന്ന് പറഞ്ഞു, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. ഇത്തരത്തിലുള്ള ഏത് രോഗമാണെങ്കിലും നീ സുഖം നൽകണമല്ലോ, ആജിലായ സുഖം നൽകണമല്ലോ, പരിപൂർണമായ ശിഫ നൽകണമല്ലോ. അല്ലാഹുവേ താമായ ശിഫ നൽകണമല്ലോ. എല്ലാവിധ പനികൾ നീ മാറ്റണമല്ലോ, എല്ലാവിധ വേദനകൾ നീ മാറ്റണമല്ലോ, എല്ലാവിധ പ്രയാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ അടങ്ങിക്കിടക്കുന്ന ഓരോ രോഗങ്ങൾ നീ ശിഫ നൽകണമല്ലോ, നീ ശിഫ നൽകണമല്ലോ. അല്ലാഹുവേ അപകടങ്ങളിൽ മാരക രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. കീരിമുരിക്കുന്ന രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, ഹാർട്ട് അറ്റാക്ക് പോലത്തെ മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാ മരണം മുമ്പിൽ കണ്ട് ഇന്ന് മരിക്കും ഞാനെന്ന് അറിഞ്ഞ് എല്ലാ നിലക്കും മരണത്തിന് വേണ്ടി ഒരു ബർസഖിയായ ജീവിതം വെളിച്ചമാക്കാനുള്ള സർവ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും, പൊരുത്തങ്ങൾ ചോദിക്കുവാനും, കടബാധ്യതകൾ കൊടുത്തു വീട്ടുവാനും
ഈമാനോടെ പുഞ്ചിരിച്ച് നല്ല രാവുകളിൽ പരിശുദ്ധമായ നിന്റെ മാസങ്ങളിൽ നമുക്ക് മരിക്കാനതും പരിശുദ്ധ മദീനയിൽ വെച്ച് മരിക്കാൻ, പച്ചക്കുബ്ബ കണ്ട് മരിക്കാൻ, അവിടുത്തെ പൂമുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ലോ. ഒറ്റ തെറ്റുപോലും ഇല്ലാതെ നമ്മുടെ ഹസനത്തുകൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഒരവസ്ഥ വരാതെ നല്ല നിലക്ക് ഈമാനോടെ പുഞ്ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. ജന്നത്തുൽ ബഖിയയിൽ ഒരിടം നൽകണമല്ലോ. സാധുക്കളായ നമുക്ക് പരിശുദ്ധ മദീനയിൽ വെച്ച് മരിക്കാനും പരിശുദ്ധമായ മണ്ണിൽ പോയി കിടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ലോ. ഭാഗ്യം നൽകണമല്ലോ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും ദിക്റുകൾ ചൊല്ലാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ലോ. തഖ്വയോടെ ജീവിച്ച് ഈമാനോടെ ജീവിച്ച് ആരെയും വേദനിപ്പിക്കാതെ ജീവിച്ച് എല്ലാവർക്കും നന്മകൾ ചെയ്ത് അങ്ങനെയുള്ള നല്ലൊരു ജീവിതം തന്നെ അനുഗ്രഹിക്കണം റഹ്മാനെ. കിബറന്മാരാക്കല്ലേ അല്ലാ, വഞ്ചകന്മാരാക്കല്ലേ അല്ലാ, ഫിത്നക്കാരാക്കല്ലേ അല്ലാ, ഗീബത്ത് പറയുന്നവരാക്കല്ലേ അല്ലാ, നമീമത്ത് പറയുന്നവരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ, നമ്മുടെ ഉള്ളു നന്നാക്കണമല്ലോ. റബ്ബേ, വീടില്ലാതെ പറഞ്ഞ് വിഷമം പറഞ്ഞവരുണ്ട് റബ്ബേ, ഖൈറായ നല്ല വീട് നൽകണമല്ലോ, ബറക്കത്തുള്ള നല്ല വീട് നൽകണമല്ലോ, നല്ല വാഹനം നൽകണമല്ലോ, ഇസ്സത്തുള്ള ജീവിതം നൽകണമല്ലോ, അന്തസ്സുള്ള ജീവിതം നൽകണമല്ലോ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നൽകണമല്ലോ, ഖൈറായ നല്ല ബറക്കത്തുള്ള സന്തോഷമുള്ള നല്ല ജോലി നൽകണമല്ലോ. കടങ്ങളുള്ളവർക്ക് അത് വീട്ടാനുള്ള സഹലായ വഴി നീ തുറന്നു കൊടുക്കണമല്ലോ. സാമ്പത്തിക ശേഷി നൽകണമല്ലോ. കടമാണെന്ന് പറഞ്ഞ് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ, പാവപ്പെട്ട സഹോദരിമാർ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. അല്ലാഹുവേ, വീട്ടാനുള്ള സഹലായ വഴി നീ തുറന്നു കൊടു റബ്ബേ, നീ തുറന്നു കൊടു റഹ്മാനേ, നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ലോ. സ്വാലിഹീങ്ങളായ സ്വാലിഹത്തന്മാരായ മക്കളെ നൽകണമല്ലോ. തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ, ദാക്കിരീങ്ങളിൽ, ഷാക്കിരീങ്ങളിൽ, ആശിക്കീങ്ങളിൽ, മാതിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമല്ലോ. അലിമീങ്ങളാക്കണമല്ലോ, തഖ്വയുള്ളവരാക്കണമല്ലോ, ദീനിന്റെ ഖാദിമീങ്ങളാക്കണം റഹ്മാനെ. അവരുടെ എക്സാം എടുത്തു റബ്ബേ ഉന്നത വിജയം നൽകണമല്ലോ. അല്ലാഹുവേ, നല്ല റാങ്കോടെ പാസ്സാവാനുള്ള മാർക്ക് നൽകണമല്ലോ. അല്ലാഹുവേ, നല്ല ബുദ്ധിശക്തി നൽകണമല്ലോ, ഓർമ്മശക്തി നൽകണമല്ലോ. പഠിച്ചതൊന്നും മറക്കാതെ നല്ല രൂപത്തിൽ എക്സാമിൽ എഴുതിയെടുക്കാനുള്ള നല്ല ഭാഗ്യം നൽകണമല്ലോ, ബുദ്ധിശക്തി നൽകണമല്ലോ. പഠിച്ചതൊന്നും മറക്കാത്ത നല്ല ബുദ്ധിശക്തി നൽകണമല്ലോ. പഠിക്കാൻ മനസ്സില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള നല്ല മനസ്സ് നൽകണമല്ലോ. തങ്ങളെ ബറക്കത്തുകൊണ്ട് നല്ല മനസ്സ് നൽകണമല്ലോ. നമ്മുടെ മക്കളെ നീ ജാഹിലീങ്ങളാക്കല്ലയല്ല, വിവരമില്ലാത്തവരാക്കല്ലയല്ല, തോന്നിവാസങ്ങളുടെ പിന്നാലെ ഹറാമിന്റെ പിന്നാലെ പോകുന്നവരാക്കല്ലയല്ല, അശ്ലീലങ്ങൾ കാണുന്നവരാക്കല്ലയല്ല, ചെയ്യുന്നവരാക്കല്ലയല്ല, പ്രവർത്തിക്കുന്നവരാക്കല്ലയല്ല. ഞങ്ങളെ സന്താനങ്ങളെയും നീ രക്ഷപ്പെടുത്തണമല്ല. വ്യഭിചാരികളാക്കല്ലയല്ല, കള്ളന്മാരാക്കല്ലയല്ല, കള്ളുകൂടിയന്മാരാക്കല്ലയല്ല, തെമ്മാടികളാക്കല്ലയല്ല. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ലോ, രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യുവാനും മർദിയായ സിയാറത്ത് നടത്തുവാനുമുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് തവണ അവിടുത്തെ പൂമുഖം നമുക്ക് മനാമിലും കുളത്തിലും കാണിച്ചു തരണം റഹ്മാൻ. അതിന് പാകപ്പെട്ട നല്ല ജീവിതം നൽകണമല്ലോ, ജീവിതം നൽകണം റഹ്മാനെ. റബ്ബേ, നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ, നമ്മുടെ ഉള്ളു നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തി എത്രയോ യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അനുയോജ്യകളെ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. സന്തോഷമുള്ള ജീവിതം നൽകണം റഹ്മാൻ. റാഹത്തുള്ള നല്ല ജീവിതം നൽകണം റഹ്മാൻ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم.